പരിശീലകൻ ഗൗതം ഗംഭീറിനെതിരെ കടുത്ത നിലപാടിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും. പ്രശ്നപരിഹാരത്തിന് BCCI വിളിച്ച അടിയന്തര യോഗം നാളെ നടക്കും. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഹെഡ് കോച്ച് ഗൗതം ഗംഭീർ, സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കർ എന്നിവരുൾപ്പെടെ ഏതാനും ഉന്നത ഉദ്യോഗസ്ഥരെയും യോഗത്തിന് വിളിച്ചതായാണ് റിപ്പോർട്ട്. ഗംഭീർ ചുമതലയേറ്റതിന് പിന്നാലെയാണ് രോഹിത്തും കോഹ്ലിയും ടെസ്റ്റിൽ നിന്ന് അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, BCCI വിളിച്ച യോഗം നാളെയാണ്. യോഗത്തിൽ എത്ര കണ്ട് പ്രതീക്ഷ അർപ്പിക്കാം? ഏറ്റവും നിർണായക യോഗമാണ് നാളെ റായ്പൂരിൽ നടക്കുന്നത്. റായ്പൂരിലാണ് രണ്ടാം ഏകദിനം. ആ ഏകദിനത്തിന് മുന്നോടിയായാണ് ഈ യോഗം ചേരുക എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് BCCയുടെ ഭാരവാഹികൾ, BCC അധ്യക്ഷൻ പങ്കെടുക്കുമോ എന്നുള്ളതിൽ കാര്യമായ തീരുമാനം ഇതുവരെ എത്തിയിട്ടില്ല. അതായത് അക്കാര്യത്തിൽ ഒരു ഉറപ്പില്ല. പക്ഷേ BCC സെക്രട്ടറി ദേവജിത്ത് സഖ്യ, അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറി പ്രഭ്ജേത് സിംഗ് ഭാട്ടിയ, ഇവർ രണ്ടുപേരും എന്തായാലും ഈ യോഗത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. മൻഹാസ് ഏതായാലും യോഗത്തിലേക്ക് എത്തുന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും BCC നൽകുന്നില്ല. പക്ഷേ ഈ രണ്ടുപേർ എന്തായാലും ഉണ്ടാകും എന്നുള്ളതാണ്. ഈ തർക്കങ്ങൾ പ്രധാനമായും പരിഹരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും ഒരു സ്ഥിരതയില്ലാതെയാണ് ഇന്ത്യയുടെ ഏകദിന ടീമും ഒപ്പം തന്നെ ടെസ്റ്റ് T20 ടീമും മുന്നോട്ട് പോകുന്നത്. ഇതിന് മൂന്നിനും ക്യാപ്റ്റന്മാരുണ്ട്. പക്ഷേ അപ്പോഴും ഈ ടീമിലുള്ള അംഗങ്ങൾ ഇടയ്ക്കിടെ മാറുന്നതാണ് പ്രധാനമായും സ്ഥിരതയില്ലായ്മയ്ക്ക് കാരണമായി പറയുന്നത്. പ്രത്യേകിച്ച് ഇനി T20 ലോകകപ്പ് വരാൻ പോകുന്നു. ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയുമായുള്ള ഏകദിനത്തിന് ശേഷം വീണ്ടും ദക്ഷിണാഫ്രിക്കയുമായി T20, അതിന് പിന്നാലെ ന്യൂസിലൻഡ് പര്യടനം. ന്യൂസിലൻഡ് ടീം എത്തും. സ്വാഭാവികമായി ന്യൂസിലൻഡിന് എതിരെ വൺ ഡേ ഉണ്ട്, അത് ഏകദിന മത്സരങ്ങളുണ്ട്. അതിനുശേഷം ഇംഗ്ലണ്ടുമായി ഏകദിനമുണ്ട്. ഇങ്ങനെ നിരവധിയായ വലിയ തരത്തിലുള്ള തിരക്കുള്ള ഒരു ഷെഡ്യൂൾ തന്നെയാണ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഉള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ അടിക്കടിയായി ടീമിലുണ്ടാകുന്ന മാറ്റങ്ങൾ അത് ഗുണകരമാകില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, മുതിർന്ന താരങ്ങളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ അടുത്ത ലോകകപ്പ് 2027 ലോകകപ്പ് കണ്ടുള്ള ഏകദിന ടീമിനെയാണ് ഇപ്പോൾ ഗൗതം ഗംഭീർ മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിലവിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടെസ്റ്റിൽ നിന്നും T20 നിന്നും വിരമിച്ചിട്ടുണ്ട്. പക്ഷേ ഏകദിനത്തിൽ ഇരുവരും തുടരുകയാണ്. അവരുടെ ലക്ഷ്യം 2027 ലോകകപ്പ് തന്നെയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ അവരെ ഉൾക്കൊണ്ട് മാത്രമേ ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. മാത്രമല്ല, അവരെ പ്രകടനത്തിന്റെ പേരിൽ മാറ്റി നിർത്താനും ആകില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ഏകദിനത്തിൽ വിരാട് കോഹ്ലി സെഞ്ചുറി അടിക്കുന്നു, രോഹിത് 50 മുകളിൽ സ്കോർ ചെയ്യുന്നു. അതിന് മുൻപേ നടന്ന മത്സരത്തിൽ രോഹിത് ശർമ്മ സെഞ്ചുറി അടിക്കുന്നു, വിരാട് 50 മുകളിൽ സ്കോർ ചെയ്യുന്നു. ഈ കൂട്ടുകെട്ട് ഏറ്റവും നിർണായകമായി മുന്നോട്ട് പോകുന്നു. പരിചയസമ്പന്നത കൂടി ഉൾക്കൊണ്ട് മാത്രമേ ടീമിന് മുന്നോട്ട് പോകാനാകൂ എന്നുള്ളതാണ് ഇതിനു മുൻപുള്ള എല്ലാവരും വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, പല കോണുകളിൽ നിന്നുള്ള വിമർശനവും ഇത് തന്നെയാണ്. ഇപ്പോൾ നിലവിൽ വലിയ അസ്വാരസ്യങ്ങൾ കോച്ചുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു. കോച്ചുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, മുഖ്യ സെലക്ടർ അജിത് അഗാർക്കറുമായി ബന്ധപ്പെട്ട് അജിത് അഗാർക്കറും ഗൗതം ഗംഭീറും കൂടി ഒന്നിച്ചെടുക്കുന്ന തീരുമാനങ്ങൾക്കെതിരെയാണ് ടീമിനുള്ളിൽ പിണക്കങ്ങൾ ഉണ്ടാവുകയും തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇത് പരിഹരിക്കുകയാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആണെങ്കിൽ രോഹിത് ശർമ്മയോടും വിരാട് കോഹ്ലിയോടും കൂടി ഇക്കാര്യത്തിലൊരു നിർദ്ദേശം തേടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏതായാലും ഇരുവരും ഏകദിനത്തിൽ മുന്നോട്ട് പോവുകയാണ്. ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് പിന്നാലെയാണ് രോഹിത് ടെസ്റ്റിൽ നിന്ന് വിരമിക്കുന്നത്. വിരാട് കോഹ്ലിയും സമാന നിലപാട് സ്വീകരിച്ചിരുന്നു. T20 ലോകകപ്പ് വിജയത്തിന് പിന്നാലെയാണ് ഇരുവരും T20 നിന്ന് വിരമിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഏകദിന ലോകകപ്പാണ് ലക്ഷ്യം. ആ ലോകകപ്പിൽ ടീമിനെ നിലനിർത്തുക എന്നുള്ളതാണ്. ഘട്ടം ഘട്ടമായി കഴിഞ്ഞ ഇതിന് മുൻപത്തെ ഏകദിനത്തിലുള്ള ടീമല്ല ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കളിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം അതിൽ നിന്ന് നിതീഷ് കുമാർ റെഡ്ഡി, അതുപോലെ തന്നെ അക്സർ പട്ടേൽ തുടങ്ങിയ ആളുകളെ മാറ്റുന്നു, പുതിയ താരങ്ങൾ വരുന്നു. ഈ ആളുകളെല്ലാം റിസർവായി തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇവരെ അടിക്കടി മാറ്റുന്നത് ഒന്നിച്ചൊരു ടീമായി മുന്നോട്ട് പോകുന്നതിന് വലിയ തടസ്സമാകും എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും വ്യക്തമാക്കുന്നത്. അക്കാര്യത്തിൽ ഈ ഒരു പരിഹാരമാണ് മുതിർന്ന താരങ്ങൾ, അതായത് ഇപ്പോൾ ടീമിൽ കളിക്കുന്നതല്ല, മുൻപ് ടീമിന്റെ ഭാഗമായിരുന്ന പല താരങ്ങളും ഗൗതം ഗംഭീറിനെതിരെ നിലപാടുകൾക്കെതിരെയൊക്കെ തന്നെ രംഗത്തെത്തുന്നു. ആരാധകർ വലിയ വിമർശനം ഉന്നയിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഏറ്റവും നിർണായക യോഗം നാളെ റായ്പൂരിൽ ചേരുന്നത്. മായ, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. പരിശീലകൻ ഗൗതം ഗംഭീറിനെതിരെ ഇന്ത്യൻ ടീമിൽ ഉയരുന്ന കടുത്ത നിലപാടിൽ ഒരു പ്രശ്ന പരിഹാരാർത്ഥം BCCI വിളിച്ച അടിയന്തര യോഗം നാളെ നടക്കും.